ഇന്നലെ ഒന്നും കേറൂലെന്നാ ഞങ്ങള് വിചാരിച്ചത്. വലിയൊരു സാധനം. എന്തോ അതിന്റെ എരപ്പെന്നോ ഒന്ന് ഒച്ച ഉണ്ടാക്കുക, ഭയങ്കര ഒച്ച ഉണ്ടാക്കുക. പക്ഷെ നമ്മുടെ അഭിപ്രായത്തിൽ അവരെ എവിടുന്നെങ്കിലും പിടിച്ച പുലിനെ കാടുള്ള പ്രദേശത്ത് കൊണ്ട് തുറന്നു വിടുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ശരിക്കും അല്ലെങ്കിൽ ഈ മൃഗങ്ങളെ കൊല്ലാൻ പറ്റില്ലല്ലോ. മൃഗങ്ങൾക്ക് കൊടുക്കുന്ന ഒരു പരിഗണന പോലും സാധാരണ ജനങ്ങൾക്കോ അവരുടെ വളർത്തുമൃഗങ്ങൾക്കോ നൽകുന്നില്ല എന്നും കൂടിയാണ് പറയാനുള്ളത്. ഇവിടെ കുറെ കാലമായിട്ട് കാട്ടുപോത്ത് വന്നു പോയി. ഇതിലെ പുലി, കടുവ, പന്നി, അതേപോലെ വന്യമൃഗങ്ങൾ മുഴുവനും ഏകദേശം കുറേ മാസങ്ങളായിട്ട് ഈ പ്രദേശത്ത് സജീവമായിട്ട് കൃഷിയും ഒക്കെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. നമസ്കാരം, ഞാനിപ്പോൾ ഉള്ളത് വയനാട് ജില്ലയിലെ ചീരാൽ പുളിഞ്ചാൽ എന്ന് പറയുന്ന പ്രദേശത്താണ്. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ കണ്ടിരുന്നു ചീരാലിലിറങ്ങിയ ഒരു പുലി ഇവിടെയുള്ളൊരു പശുക്കിടാവിനെ കൊന്നതും അതുപോലെ തന്നെ ആ ഒരു പശുക്കിടാവിൻ്റെ ഉടമസ്ഥരുടെ സങ്കടം പറച്ചിലൊക്കെ നമ്മൾ കണ്ടാണ്. അന്ന് കൂട് വെച്ചിരുന്നു. ഏതായാലും കൂട് വെച്ചിട്ട് അന്ന് രാത്രി തന്നെ, അതായത് ഇന്ന് വെളുപ്പിന് പുലി കൂട്ടിച്ചാടിയിരിക്കുകയാണ്. ഇന്ന് ബുധനാഴ്ച രാവിലെ ആ പ്രദേശത്ത് ചെന്ന ആളുകൾ, അതായത് ആ വീട്ടുകാർ ചെന്നപ്പോഴാണ് അവർ പുലിയെ കൂട്ടിക്കിടക്കുന്ന രീതിയിൽ കണ്ടെത്തിയത്. ഏതായാലും ഈ പ്രദേശത്തുള്ള ആളുകൾക്ക് ചെറിയ തോതിലെങ്കിലും ആശ്വാസമായിരിക്കുകയാണ്. കുറച്ച് നാളായിട്ട് വലിയ തോതിലാണ് ഈ പ്രദേശത്തുള്ള ആളുകളുടെ വളർത്തുമൃഗങ്ങളെയൊക്കെ ഈ ഒരു വന്യജീവി പിടിച്ച് കൊന്നുകൊണ്ടിരുന്നത്. ഏതായാലും അതുമായിട്ട് ബന്ധപ്പെട്ട വീഡിയോസും അതുപോലെ തന്നെ ആ പ്രദേശത്തുള്ള ആളുകളെ ഒന്ന് കാണാനായിട്ടാണ് നമ്മൾ ഇന്നത്തെ എപ്പിസോഡിൽ പോകുന്നത് കേട്ടോ. നമ്മളിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ കഴിഞ്ഞ ദിവസം ഈ ഒരു പ്രദേശത്തായിരുന്നു ആ ഒരു പശുക്കിടാവിൻ്റെ ജഡം ഉണ്ടായിരുന്നത്. ഇവിടെ തൊട്ട് മുകളിലായിട്ടുള്ള ആ ഒരു പ്രദേശത്താണ് കൂട് സ്ഥാപിച്ചിരുന്നത്. ഇവിടെയൊക്കെ കാൽപ്പാടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടതാണ്. പക്ഷേ അന്ന് രാത്രി തന്നെ പുലി കൂട്ടി കയറിയിരിക്കുകയാണ്. ഏതായാലും ഈ നാട്ടുകാർക്ക് വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യം തന്നെയായി മാറിയിരിക്കുകയാണ്. ഏതായാലും നമ്മൾ ആ വീട്ടിൽ തന്നെ എത്തിയിരിക്കുകയാണ്. ഉമ്മ, ഇന്ന് രാവിലെ എത്ര മണിയായപ്പോഴാണ് സംഭവം അറിഞ്ഞേ? 6:30 പറഞ്ഞല്ലേ? എങ്ങനെ കൂടെ അടയുന്ന ഒച്ചയാണ് നിങ്ങൾ കേട്ടത്? ഒച്ച കേട്ടില്ല, കിടക്കണതാ കണ്ടത്. ആണോ? രാവിലെ ചെന്ന് നോക്കിയപ്പോഴാണ് അല്ലേ? ആരാദ്യം കണ്ടേ? മോന്, എന്റെ ചെറിയ മോന്. അവന് ഹോട്ടലിൽ പോകാൻ വേണ്ടിയിട്ട് എണീച്ച് ഞാൻ ഒന്ന് പോയി നോക്കട്ടെ കൂടിന്റെ അടുത്ത് അറിഞ്ഞ് കേറിയതാ. അപ്പണ്ട് ഓടി വരുന്നു, പുലി കേറിയിട്ടുണ്ട് ഉമ്മ അറിഞ്ഞിട്ട്. അപ്പോഴത്തിന് പിന്നെ ഞങ്ങളെല്ലാരോടും പറഞ്ഞു. കൂട് വെച്ചാലും കേറൂലെന്ന് വിചാരിച്ചു. ഇന്നലെ ഒന്നും കേറൂലെന്നാ ഞങ്ങള് വിചാരിച്ചത്. വലിയൊരു സാധനം. എന്തോ അതിന്റെ എരപ്പെന്നോ ഒന്ന് ഒച്ച ഉണ്ടാക്കുക, ഭയങ്കര ഒച്ച ഉണ്ടാക്കുക. നമ്മളെ പശുക്കിടാവിനെ പിടിച്ച പുലിയാണല്ലോ. അപ്പൊ പെട്ടെന്ന് കണ്ടപ്പോ സന്തോഷം തോന്നിയോ? അപ്പോൾ തന്നെ എന്തോ ആൾക്കാരാ വന്നിരുന്നോ കാണാന്. പിന്നെ ആ കൂട് എടുത്തിട്ട് അയില കൊണ്ടുപോയി അവിടെ ഇറക്കി കമ്പിവേലി കടത്തി അപ്പുറത്ത് കൊണ്ടുപോയിട്ട് അയിലാണ് കൊണ്ടുപോയത്. ആ പറമ്പ് കൂടി ട്രാക്ടർ വന്നിട്ട് കൂടടക്കം കൊണ്ടുപോയി. അപ്പൊ തന്നെ നിങ്ങൾ ഫോറസ്റ്റുകാരെ വിളിച്ചോ? ഫോറസ്റ്റുകാർ വന്നിട്ട് അടുത്ത് അപ്പൊ തന്നെ വിളിച്ചു. മക്കളപ്പൊ തന്നെ വിളിച്ചു. പിന്നെ മറ്റേ അതിന്റെ ജഡം വേറൊരു ട്രാക്ടറിൽ കയറ്റി, ഒരു ഗുഡ്സിൽ കയറ്റി കൊണ്ടുപോയി. മറ്റേ പശുക്കാവിന്റെ അല്ലേ? അത് കൊണ്ടുപോയില്ലേ അവര് കൊണ്ടുപോയി. എന്താ പറഞ്ഞ അവിടെ എങ്ങോട്ടാ കൊണ്ടുവന്നേന്ന് അങ്ങനെ വല്ലതും പറഞ്ഞോ നിങ്ങളോട്? കുപ്പാടിക്കാന്ന് പറഞ്ഞു. കുപ്പാടിക്കാ കൊണ്ടുപോകുന്ന പറഞ്ഞു. എന്തായാലും സന്തോഷമായോ? ഇനിയിപ്പോ വരുമോന്ന് പറയാൻ പറ്റൂല. എന്തായാലും ആ ആലയില് ഞങ്ങള് കെട്ടണില്ല, പുറത്താ കെട്ടുന്നുള്ളൂ. വേറെയും പുലി ഉണ്ടെന്ന് അങ്ങനെ തോന്നലുണ്ടോ? കാടുള്ളത് കൊണ്ട് ഒന്നും വിശ്വസിക്കാൻ പറ്റൂല. നമ്മളൊരു ധൈര്യത്തിന് അങ്ങനെ നമുക്കെന്തായാലും ഒഴിവാക്കാൻ പറ്റൂലല്ലോ. അതെ, പശുവായിട്ട് ഇങ്ങനെ അല്ലേ? എത്ര മണിയാകത്തേക്ക് അവര് കൊണ്ടുപോയി? അധികം നേരം നിന്നില്ല. എല്ലാരും കുറച്ച് ആൾക്കാരൊക്കെ ഇവിടുന്ന് കണ്ടു. പിന്നെ അങ്ങോട്ട് കൊണ്ടുപോയിട്ട് അവിടുന്ന് കുറെ ആൾക്കാർ കണ്ടു. 8 മണി ആയിട്ടില്ല, അതിന്റെ മുന്നേ കൊണ്ടുപോയില്ലേ?
ചേട്ടൻ്റെ പേരെങ്ങനെയാണ്? എൻ്റെ പേര് ഭാസ്കരൻ. എന്താണ് ഇപ്പോൾ ഒരു പുലി കുടുങ്ങിയിരിക്കുകയാണല്ലോ, എന്താ അതിനെക്കുറിച്ച് പറയാനുള്ളത്? പുലി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ കുറേ കാലങ്ങളായിട്ട് ഈ അതിർത്തി പ്രദേശം ആയതുകൊണ്ട്, എന്നുവെച്ച് തമിഴ്നാടിൻ്റെയും കർണാടകത്തിൻ്റെയും അതിർത്തി പങ്കിടുന്ന ഒരു പ്രദേശമാണ് നമ്മുടെ ഈ പ്രദേശം. ഓക്കെ. ഇവിടെ കുറേ കാലമായിട്ട് കാട്ടുപോത്ത് വന്നു പോയി ഇതിലെ, പിന്നെ പുലി, കടുവ, പിന്നെ പന്നി, അതേപോലെ വന്യമൃഗങ്ങൾ മുഴുവനും ഏകദേശം കുറേ മാസങ്ങളായിട്ട് ഈ പ്രദേശത്ത് സജീവമായിട്ട് ഈ കർഷകരുടെ മൃഗങ്ങളെയും അതേപോലെ തന്നെ മറ്റ് കൃഷിയും ഒക്കെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഇപ്പോൾ ഈ അടുത്ത ദിവസം നമ്മുടെ നമ്പ്യാർകുന്ന് അതേപോലെ തന്നെ ചീരാല് പ്രദേശങ്ങളിൽ മുഴുവനും ഈ കടുവേൻ്റെ പുലിൻ്റെ ഒരു ആക്രമണം സംജാതമായിരുന്നു. ഈ കഴിഞ്ഞ മാസങ്ങൾക്ക് മുമ്പ് ഇതിൻ്റെ മുകളിൽ ഒരു പാറേൻ്റെ മുകളിൽ പുലിനെ കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് ഇന്ന് കൂട് വെച്ചതിൻ്റെ മുകളിൽ. അതേപോലെ തന്നെ ഇവിടെ അടുത്തുള്ള ഒരു വീട്ടുകാരൻ്റെ പട്ടീനെ ഇതേപോലെ തൊട്ട് ഒരു 100 മീറ്റർ അപ്പുറമുള്ള ഒരാളുടെ ഒരു പട്ടീനെ കൊണ്ടുപോയി പുലി തിന്നിട്ട് അതിൻ്റെ അവശേഷം കാണാനുള്ള സാധ്യത. അതായത് ഇപ്പൊ ഒരു 3-4 മാസമായിട്ട് ഇവിടെ 22 മൃഗങ്ങളെ കൊന്നുണ്ട്. ഈ അടുത്തിടയ്ക്ക് കൊഴുവണ എന്ന് പറഞ്ഞ സ്ഥലത്ത് 14-ാം വാർഡിന്റെ 13ന്റെയും കൂടി അതിർത്തിയിൽ, നെന്മേനി ഗ്രാമപഞ്ചായത്തിലെ 13ന്റെയും 14ന്റെയും കൂടി അതിർത്തിയിലുള്ള നമ്മളൊരു സുഹൃത്തിന്റെ വീട്ടിൽ നിന്ന് ഒരു 4-5 കോഴീനെയും അതുപോലെ അവരെ പട്ടീനെയും ഈ ഒരാഴ്ചക്ക് മുന്നേ ഈ പുലിയാണോ കടുവയാണോ ഇനി എന്താണെന്ന് അറിയില്ല, ഭക്ഷിച്ച് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കിയ ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ രാത്രി കാലങ്ങളിൽ ജോലി കഴിഞ്ഞ് വരുന്ന ആളുകൾ ഇഷ്ടംപോലെ തവണ ഈ പുലിയെ കാണുന്നുണ്ട്. അപ്പോൾ ഈ കഴിഞ്ഞ ഇടയ്ക്കാണ് ഈ മിനിഞ്ഞാത്ത ദിവസം ഇന്നലെ രാവിലെയാണ് ഈ സംഭവം പുളിഞ്ചാല് നമ്മളെ പ്രദേശത്ത് ഈ പ്രശ്നം ഉണ്ടായത്. കാരണം അവരെ അറിയാലോ, അവരൊരു കർഷകരാണ്, പശുവിനെയും ഒക്കെ നോക്കി ഉപജീവനമാർഗം കഴിയുന്നൊരു കുടുംബമാണ്. അപ്പോൾ അവിടെ രാവിലെ 4:30-5 മണിക്ക് ഉമ്മ പശുവിനെ കറക്കാൻ പോയി, കറന്ന് പാല് കൊണ്ടേ കൊടുത്ത് തിരിച്ച് വീട്ടിൽ വന്ന് ചായ കൂടി കഴിഞ്ഞിട്ട് പശുവിന് തീറ്റ കൊടുക്കാനും വേണ്ടിയിട്ട് തൊഴുത്തിലേക്ക് കയറുന്ന സമയത്താണ് കന്നുകുട്ടികളെ കെട്ടിയ ഭാഗത്തേക്ക് നോക്കുന്നത്. അപ്പോൾ കൂട്ടത്തിൽ കെട്ടിയ 2 ഒന്നിനെ പുലി പിന്നെ പകുതി ഭക്ഷിച്ച രീതിയിലാണ് കണ്ടത്. അപ്പോൾ ഈ പ്രദേശം ജനങ്ങൾ തന്നെ ആകെ ഒരു ഭീതിയിലുള്ള സാഹചര്യമായിരുന്നു. അതിനൊരു ഏകദേശ ശമനം വന്നു എന്ന് മാത്രമേ പറയാനുള്ളൂ. മൃഗങ്ങൾ ഇനിയും ഉണ്ട്, ഏകദേശം ഈ പ്രദേശത്ത് തന്നെ ഉണ്ടെന്നാണ് നമുക്ക് പറയാനുള്ളത്. ഉണ്ട്. വേടങ്കോട് എസ്റ്റേറ്റ് ആണ് ഇതിന്റെ തൊട്ട് പുറകിൽ. കുറെ പ്രദേശം കാട് മൂടി കിടക്കുന്നതാണ്. അപ്പൊ അവരോട് പിന്നെ നമ്മുടെ ഭാഗത്തുനിന്നും പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്നും കാട് വെട്ടി വൃത്തിയാക്കി ജനങ്ങളുടെ പിന്നെ സ്വത്തിനും ജീവനും സംരക്ഷണം നൽകാനുള്ള ഒരു നടപടി സ്വീകരിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ ഈ കാട് തെളിക്കാത്ത ആളുകൾക്ക് പഞ്ചായത്ത് നേരിട്ട് കാട് ഉണ്ട്. പഞ്ചായത്ത് നേരിട്ട് വെട്ടുകയാണെങ്കിൽ അതിന് വരുന്ന ചെലവ് ഈ ആ പറമ്പിന്റെ ഉടമസ്ഥൻ നൽകണമെന്നൊരു വ്യവസ്ഥയും കൂടി വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ കാട്ടുപന്നീനെ വെടിവെക്കുന്നതിന് വേണ്ടിയിട്ട്, കൃഷി നശിപ്പിക്കുന്നതിന്, കാട്ടുപന്നിയുടെ ഉപദ്രവം കാരണം വെടിവെക്കുന്നതിന് പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഉത്തരവാദിത്തത്തിൽ വെടിവെച്ച് പന്നീനെ കൊല്ലാനുള്ളൊരു തീരുമാനം കൂടി സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, ഈ വന്യമൃഗങ്ങളിൽ നിന്നും ഈ പ്രദേശത്തെ ജനങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും അതാത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്നും മതിയായ ഒരു തീരുമാനം എടുത്തുകൊണ്ട് ജനങ്ങളുടെ സ്വത്തിനും ജീവനും സംരക്ഷണം നൽകണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഈ പുലിയെ എങ്ങോട്ടാണ് കൊണ്ടേക്കുന്നത്? പുലിനെ ഇപ്പം കുപ്പാടി 3-ാം മൈൽ എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു സംരക്ഷണ കേന്ദ്രമുണ്ട്. അവിടെ കൊണ്ടുപോയി അവർ അറിയാൻ കഴിഞ്ഞ അങ്ങനെയാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിലെ ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞത്. അവിടെ കൊണ്ടുപോയി ഇതിന് പല പരിക്കോ കാര്യങ്ങളോ ഉണ്ടോയെന്ന് നോക്കി അതിനുശേഷം എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് കൊണ്ടേ തുറന്നു വിടുകയാണ് സാധാരണ അവർ ചെയ്യുന്നത്. അടുത്ത പ്രദേശത്തൊന്നും ഇവിടെയൊന്നും വിടൂല എന്നാണ് അതിന്റെ ഓഫീസർമാർ നമ്മളോട് പറഞ്ഞത്. പക്ഷേ നമ്മുടെ അഭിപ്രായത്തിൽ അവരെ എവിടെന്നെങ്കിലും പിടിച്ച പുലിനെ കാടുള്ള പ്രദേശത്ത് കൊണ്ടേ തുറന്നു വിടുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് ശരിക്കും. അല്ലെങ്കിൽ ഈ മൃഗങ്ങളെ കൊല്ലാൻ പറ്റില്ലല്ലോ. അപ്പൊ ജനങ്ങളുടെ ജീവനക്കായും വലുത് ഇപ്പം മൃഗങ്ങളെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് ഇപ്പം നിലവിലുള്ളത്. അപ്പം മൃഗങ്ങൾക്ക് കൊടുക്കുന്ന ഒരു പരിഗണന പോലും സാധാരണ ജനങ്ങൾക്കോ അവരുടെ വളർത്തു മൃഗങ്ങൾക്കോ നൽകുന്നില്ല എന്നും കൂടിയാണ് നമുക്കൊരു വിഷമകരമായിട്ടുള്ള അവസ്ഥ പറയാനുള്ളത്. അതുപോലെ തന്നെ ഇതൊരു ക്ഷീരമേഖലയാണല്ലോ. ഒത്തിരി ആളുകൾക്ക് പശുവും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. അത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പ്രശ്നം എല്ലാവരെയും ബാധിച്ചിട്ടില്ലേ? എല്ലാവരും പൊതുജനങ്ങളായിട്ടുള്ള ഈ നാട്ടുകാരുടെ മുഴുവൻ കാർഷിക മേഖലയത്. കർഷകരെ മെയിനായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ കുറേ വീട്ടുകാർ കൃഷിയെ ഉപജീവന മാർഗമായിട്ടും പിന്നെ ക്ഷീരം 90% ജനങ്ങളും കാർഷിക വൃത്തിയാണ്. കൂടെ അഡീഷണൽ ആയിട്ട് അവർ കൃഷിയിൽ ഉപജീവന മാർഗത്തോടൊപ്പം തന്നെ ക്ഷീരമേഖലേനെയും കൂടി പ്രാതിനിധ്യം കൊടുത്തുകൊണ്ടാണ് ഈ പ്രദേശ ജനങ്ങൾ ജീവിച്ചു പോകുന്നത്. അപ്പൊ അതുകൊണ്ട് ആ ഒരു പ്രദേശത്തെ മൃഗങ്ങൾക്ക് സംരക്ഷണം നൽകുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനം കൂടി ഈ സർക്കാരിന്റെ ഭാഗത്തുനിന്നും അതുപോലെ പഞ്ചായത്തിന്റെയോ അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാപനങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണമെന്നുമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. പിന്നെ 8 മണി 9 മണി വരെ 10 മണിക്കൊക്കെ പ്രദേശ ആളുകൾ സഞ്ചാരയോഗ്യമായ ഒരു പ്രദേശമാണ്. ഇപ്പോൾ ജനങ്ങൾ ശരിക്കൊരു ഭീതിയിലായിരുന്നു.
കുറേ നാളുകളായിട്ട് ജനങ്ങൾ ഭീതിയിലായിരുന്നു. കാരണം നടക്കാൻ പോകുന്ന ആളുകൾ രാവിലെ നടക്കാൻ പോകാത്ത അവസ്ഥയും, അതേപോലെ തന്നെ പിന്നെ പറമ്പിൽ പുല്ലരിയാൻ പോകുന്ന കാടുമൂടിയ പ്രദേശമായതുകൊണ്ട് സ്വന്തം ഭൂമിയിൽ നിന്നും പുല്ലരിഞ്ഞിട്ടല്ല പല കർഷകരും പശുക്കളെ പോറ്റുന്നത്. ഒരു ഭീതിജനകമായ ഒരു അന്തരീക്ഷമായിരുന്നു. ആ ഭീതിക്ക് ചെറിയൊരു ശമനം വന്നു എന്നല്ലാതെ പൂർണ്ണമായിട്ടും പുലിയോ മറ്റു മൃഗങ്ങളുടെ ആക്രമണം പിന്നെ പരിപൂർണമായിട്ടും പോയിട്ടില്ല എന്നും ഇനിയും തുടർന്ന് ഈ ഒരു പ്രവർത്തനം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നുള്ളൊരു പിന്നെ അവസ്ഥയും കൂടിയാണ് ഇപ്പം നിലനിൽക്കുന്നത്. അതുകൂടാതെ ഇപ്പൊ കരടിയില്ലേ? കരടിയുണ്ട്. കരടി ഇപ്പോൾ ചീരാൽ പ്രദേശത്ത് 2 തവണ 2 വീടിൻ്റെ അടുത്ത് കൂടി കരടി വന്നിട്ട് കരടീനെ കണ്ട് ഒരു ചെറിയൊരു പ്രദേശത്താണ്, ഒരു ചെറിയ കർഷകന്റെ പറമ്പിൽ കുറഞ്ഞ സ്ഥലമുള്ളൂ, അവിടെ കരടീനെ കണ്ടു. പിന്നെ കരടിക്ക് അവിടെ കൂട് വെച്ചു. പക്ഷെ കൂട്ടിലൊന്നും കരടി ഇതുവരെ പെട്ടിട്ടില്ല. അപ്പം അതെല്ലാം ജനങ്ങളെ ഭയപ്പാട് അകറ്റുന്നില്ല എന്ന് മാത്രമാണ് പറയാനുള്ളത്. അതിന് ശാശ്വത പരിഹാരം കാണണമെന്നും കൂടി അഭ്യർത്ഥിക്കുകയാണ്. ഏതായാലും കുറച്ച് നാളുകളായിട്ട് ചീരാൽ പ്രദേശത്തെ കർഷകരെയും വളർത്തുമൃഗങ്ങളുള്ള ആളുകളെയൊക്കെ ഭീതിയിലാഴ്ത്തിക്കൊണ്ടിരുന്ന ആ ഒരു പുലി കൂട്ടിലായിരിക്കുകയാണ്. കുറച്ചെങ്കിലും ആശ്വാസം ഇവിടെയുള്ള ആളുകൾക്ക് വന്നിരിക്കുകയാണ്. ഏതായാലും മറ്റ് പുലികൾ ഈ പ്രദേശത്തുണ്ട് എന്നുള്ള രീതിയിൽ തന്നെയാണ് നമുക്കിപ്പോൾ ആളുകളുടെ സംസാരത്തിൽ നിന്നൊക്കെ മനസ്സിലാകുന്നത്. കാരണം ഒന്നിലധികം പുലിയുണ്ട് എന്നുള്ളത് തന്നെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും സമ്മതിച്ചിട്ടുണ്ട് എന്നൊക്കെയാണ് അവർ നമ്മുടെ അടുത്ത് സംസാരിച്ചത്. ഏതായാലും വരും ദിവസങ്ങളിൽ നമുക്കിതിൻ്റെ കൂടുതൽ കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് സാധിക്കത്തുള്ളൂ. കുറച്ച് നാളുകളായിട്ട് ഈ പ്രദേശത്ത് വലിയ പ്രശ്നം തന്നെയാണ്. 10-22 വളർത്തുമൃഗങ്ങളെ കഴിഞ്ഞ ഒരു 4 മാസത്തിനിടയ്ക്ക് ഈ പ്രദേശത്ത് തന്നെ പുലി പിടിച്ചിട്ടുണ്ട്. 2 പുലികളെ ഇതിൻ്റെ തൊട്ടടുത്തുള്ള നമ്പ്യാർകുന്നിൽ അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള തമിഴ്നാട്ടിൽ നിന്നും പിടികൂടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതിനുശേഷമാണ് ഇപ്പോൾ 3ാമത്തെ പുലിയാണ് ഇപ്പോൾ പിടികൂടിയത്. അപ്പോൾ ഇനിയും പുലിയുണ്ടെന്നാണ്. അപ്പോൾ ഒത്തിരി പുലികൾ ഈ പ്രദേശത്തുണ്ട്. ഏതായാലും പുലി കൂട്ടിൽ കയറിയിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ നമുക്ക് ഇതിൻ്റെ കൂടുതൽ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ അറിയാനായിട്ട് പറ്റും. പുലിയെ കുപ്പാടിയിലുള്ള മൃഗപരിചരണ കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്. അതിനുശേഷം പുലി പരിശോധനകളും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പുലിയെ കാട്ടിൽ തുറന്നു വിടും എന്നുള്ളത് തന്നെയാണ് നമുക്ക് അറിയാനായിട്ട് സാധിച്ചത്. ഏതായാലും താൽക്കാലികമായിട്ടെങ്കിലും ഈ പ്രദേശത്തുള്ള ആളുകൾക്ക് ആശ്വാസമായിരിക്കുകയാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് ഈ വീഡിയോയിലൂടെ കാണിക്കാനുള്ളത്. അപ്പോൾ വീണ്ടും മറ്റൊരു ദിവസം മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. താങ്ക്